ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അരിപ്പൊടിയും കുക്കറും ഉണ്ടെങ്കിൽ നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 6 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 കപ്പ് അരിപ്പൊടി, 2 കപ്പ് വെള്ളം ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര, 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത ലായനി ചൂടോടുകൂടെ തന്നെ ഈ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി മാറ്റി വെക്കുക. മാവ് അധികം ലൂസുമല്ല എന്നാൽ അധികം കട്ടിയുമല്ല, ആ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. ഇനി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതേസമയം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സാക്കി കൊടുക്കുക. ഇത് മാവ് കുക്കറിലേക്ക് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് മാവ് കുക്കറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും അതിനുശേഷം തീ പറ്റെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലും വെക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും. പിന്നെ 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കിന് നല്ല രീതിയിൽ ആവി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴേ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ചൂട് പോയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.